അടുത്ത V4-ന്റെ 3 കളർ സെയിം ഇരിക്കുന്നുണ്ടല്ലേ? അതെ. 2022 ഉണ്ട്, 2022 ഉണ്ട്. അത് ഏതാ മോഡല്? ഇത് 2023 ആണ്. 2023. ഒരു 10,000 ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഒരു 10,000 ഡൗൺ പേയ്മെന്റ് വണ്ടി കിട്ടുന്നതാണ്. 3, 4, 5, 6 MT ഇരിക്കുന്നുണ്ടല്ലേ? ഏത് കളർ വേണം? ബ്ലാക്ക് ഇരിക്കുന്നുണ്ട്, ബ്ലൂ ഇരിക്കുന്നുണ്ട്, വീണ്ടും ഗ്രേ ഇരിക്കുന്നുണ്ട്, വീണ്ടും ബ്ലാക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഏകദേശം ഒരു 15-20 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. ഏകദേശം 30 ഡൗൺ പേയ്മെന്റിലൊക്കെ V3 കിട്ടുന്നതാണ്. ഈ വണ്ടികളെല്ലാം ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടികളാണ് അല്ലേ? ഇത് 22 മോഡലാണ്. 2022 മോഡല്. 11,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 11,000 കിലോമീറ്റർ അല്ലേ? 2021 മോഡലാണിത്. ഇത് 25,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 2,800 കിലോമീറ്റർ മാത്രമാണ് ഇത് ഓടിയേക്കുന്നത്. വെറും 4,500 കിലോമീറ്റർ അല്ലേ? അതെ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് KL7 ഗാരേജ് എന്ന പ്രീമിയം യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. എറണാകുളം ജില്ലയിൽ തോപ്പിലാണ് ലൊക്കേഷൻ വരുന്നത്. നമുക്ക് ഇവിടെ 2 ഷോറൂം ഉണ്ട്. ഇപ്പോൾ ഇത് സെക്കൻഡ് ഷോറൂമാണ്. ഫസ്റ്റ് ഷോറൂമിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ പ്രീമിയം കാറ്റഗറി ബൈക്കുകളാണ് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികളുടെ ശേഖരം കാണാൻ പറ്റും. V4 ഉണ്ട്, ഡ്യൂക്ക് ഉണ്ട്, ഇന്റർസെപ്റ്റർ ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് എല്ലാ വണ്ടികളുള്ള ഷോറൂമാണത്. അപ്പോൾ ഗൈസ്, ഞാനും മേഘയും ചേർന്നാണ് ഇന്നത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. അതെ. അപ്പോൾ നമുക്ക് ആദ്യം ഏത് വണ്ടി പരിചയപ്പെടണം? RR310. ഏതാ മോഡല്? 2019 മോഡലാണ്. 19 മോഡലാണ്. കിലോമീറ്റർ എത്ര? 31,000 കിലോമീറ്റർ. റേറ്റ് എത്ര വരുന്നത്? ആസ്കിംഗ് പ്രൈസ് 1,55,000. 1,55,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഈ വണ്ടി വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 98% വണ്ടികളും ഫസ്റ്റ് ഓണർഷിപ്പാണ് വരുന്നത്. വിരളമായ കുറച്ച് വണ്ടികൾ മാത്രമാണ്, ഇയർ ബാക്കായ വണ്ടികൾ മാത്രമാണ് നമുക്ക് ഓണർഷിപ്പ് കൂടിയ വണ്ടികളുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 40,000 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. വിരളം വണ്ടിയാണ്, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തത് V4-ന്റെ 3 കളർ സെയിം ഇരിക്കുന്നുണ്ടല്ലേ? അതെ. 2022 ഉണ്ട്, 2022 ഉണ്ട്. അത് ഏതാ മോഡല്? ഇത് 2023 ആണ്. 2023. അപ്പോൾ ഇത് ഏതാ? എത്ര കിലോമീറ്റർ വരും? 22,000 കിലോമീറ്റർ. 1,47,000 ആണ് ഇതിന്റെ റേറ്റ്. 1,47,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 30-35 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അടുത്തത് 22 മോഡലാണ്. ഇത് 19,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. പ്രൈസ് 1,48,000 രൂപ. 48 എന്ന് പറയുമ്പോൾ ഇതും ഏകദേശം ഒരു 35-40 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ കിടിലം വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. അടുത്ത് 23 മോഡൽ അല്ലേ? അതെ. ഇത് വെറും 4,500 കിലോമീറ്റർ വണ്ടിയാണ്. 1,65,000 രൂപയാണ് ഇതിന്റെ പ്രൈസ്. അപ്പോൾ ഇതും ഏകദേശം ഒരു 30-40 ഡൗൺ പേയ്മെന്റ്. നമുക്ക് V4 എല്ലാം ഒരു 30-40 റേഞ്ചിൽ ഇറക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് സിബിൽ സ്കോർ സെറ്റ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയാണ് വേണ്ടത്. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ഏതാ വണ്ടി? എൻഫീൽഡ് ആണ്. ഇത് മെറ്റിയോർ ആണ് വരുന്നത്. 2022 മോഡൽ മെറ്റിയോർ. കിലോമീറ്റർ ഇത് 15,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 1,85,000 ആണ്. 1,85,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഈ വണ്ടി ഏകദേശം ഒരു 30-40 ഡൗൺ പേയ്മെന്റ് മതി. നമുക്ക് റോയൽ എൻഫീൽഡ് അത്യാവശ്യം ഫിനാൻസ് ഫണ്ടിങ് ഉള്ളതുകൊണ്ട് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ്. അടുത്ത് വീണ്ടും ഒരു മെറ്റീരിയൽ വരുന്നുണ്ടല്ലോ. ഏതാ മോഡൽ? 22 മോഡലാണ്. 14,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. ഇത് 1,88,000 രൂപയാണ് വരുന്നത്. 1,88 എന്ന് പറയുമ്പോൾ ഇതും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് ഹണ്ടർ 2000. അതെ. ഇതിന് 2023 ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. 19,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 1,59,000 രൂപ. 1,59,000 വരുന്നത്. ഇതും ഏകദേശം ഒരു 35-40 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് ADV 2 സീരീസ് ഇരിക്കുന്നുണ്ട്. പിന്നെ അത് എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്. നമുക്ക് എക്സ്പൾസിലേക്ക് പോകുമ്പോൾ 2024 മോഡൽ. അതെ. കിലോമീറ്റർ പറഞ്ഞു 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ ആണ്. അതെ. 1,59,999 രൂപയാണ് ഈ വണ്ടിക്ക് വരുന്ന റേറ്റ്. ഇതും ഏകദേശം ഒരു 40 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ കിടിലം അഡ്വഞ്ചർ സീരീസ് വണ്ടിയാണ്. അടുത്ത ADV 2023 മോഡൽ അല്ലേ? അതെ. 15,000 കിലോമീറ്റർ ആണ് വരുന്നത്. റേറ്റ് പറഞ്ഞു 2,47,000 രൂപയാണ്. 2,47,000. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 60-50 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വണ്ടിയാണെങ്കിലോ ADV ഇത് മോഡൽ 2022 16,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 2,35,000 രൂപയാണ്. 2,35,000 രൂപയാണ് എൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇത് രണ്ടും ADV 250 ആണ്. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത ഡൊമിനോർ 2023 9,000 കിലോമീറ്റർ ഓടിയ 1,95,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വണ്ടി വരുന്നത്?
അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഈ വണ്ടി ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഒരു 40-50 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ നല്ല കിടിലം വണ്ടിയാണ്. അത് 2 ഹൈനസ് ഇരിക്കുന്നുണ്ട് നമ്മുടെ കളക്ഷൻസ് ആയിട്ട്. 23 മോഡൽ അല്ലേ? അതെ, എത്ര കിലോമീറ്റർ? 22,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. റേറ്റ് എത്ര വരുന്നത്? 95 1,95,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 40 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ വീണ്ടും ഹൈനസ് മോഡൽ 22 മോഡലാണ്. 22,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. റേറ്റ് എത്ര? 1,78,000. 1,78 ആണ്. ഇതും ഏകദേശം ഒരു 40,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് 2015 മോഡലാണ്. ക്ലാസിക് 500 ആണ്. ഇത് 43,000 കിലോമീറ്റർ ആണ്. 15 ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടില്ല. 43,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. അതെ. റേറ്റ് പറഞ്ഞായിരുന്നു 68,000 രൂപയുള്ളൂ. നമ്മൾ നിങ്ങൾ ഫുൾ ഫണ്ട് ഇറക്കിയിട്ട് വണ്ടി എടുക്കേണ്ടി വരും, കാരണം ഫിനാൻസ് കിട്ടില്ല. അടുത്തത് വീണ്ടും ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. 2017 മോഡലാണ്. 2017 സ്റ്റാൻഡേർഡ് ഇരിക്കുന്നത്. 33,000 കിലോമീറ്റർ ആണ് ഓടിയത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 95,000. വെറും 95,000 രൂപയാണ് കിടിലം വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ 95,000 ആയതുകൊണ്ട് ഒരു 10,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. വെറും 10,000 ഡൗൺ പേയ്മെന്റ് വണ്ടി കിട്ടുന്നതാണ്. അടുത്തത് ക്ലാസിക് വരുന്നുണ്ട്. 2023 മോഡലാണ്. 2023 മോഡലാണ്. 36,000 കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത്. 1,75,000. 1,75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 77,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് വീണ്ടും ഒരു ബുള്ളറ്റ് 500 വരുന്നുണ്ട്. ഇതിന്റെ 2016 മോഡലാണ്. 27,000 കിലോമീറ്റർ ആണ് വരുന്നത്. വെറും 95,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഒരു 2016 മോഡലാണെങ്കിലും ഒരു പഴക്കം കാര്യം കാണാനില്ല. നമ്മുടെ വണ്ടികളുടെ ടയറുകളെല്ലാം ഓക്കെ അല്ലേ? കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ടയറെല്ലാം മാറ്റി പുത്തനാക്കി കിടക്കനാക്കി കൊടുക്കുന്നതായിരിക്കും. അടുത്തൊരു 350X ഇരിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. 2019 മോഡലാണ്. കിലോമീറ്റർ പറയുകയാണെങ്കിൽ 13,000 കിലോമീറ്റർ. 1,10,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 1,10,000 ആയതുകൊണ്ട് ഒരു വെറും 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ 10-15 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റാണ്. ബാക്കി നമുക്ക് 90-95 ഒക്കെ സ്പോട്ട് ഫിനാൻസ് കിട്ടുന്നതാണ്. അടുത്ത ഡ്യൂക്ക് 22 മോഡൽ വരുന്നത്. 2022 മോഡല്. 4,000 കിലോമീറ്റർ ആണ്. 4,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 1,62 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. വീണ്ടും ഒരു 200 ഇരിക്കുന്നുണ്ടല്ലോ. അത് 20 മോഡലാണ്. 2020 മോഡല്. കിലോമീറ്റർ എത്ര വരുന്നത്? 35,000 കിലോമീറ്റർ. 35,000 കിലോമീറ്റർ ആണ്. 1,37,000 രൂപ. 1,37,000 രൂപയുമായിട്ട് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നല്ല കിടിലം വണ്ടിയല്ലേ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ടയറെല്ലാം ഓക്കെ അല്ലേ? പുതിയ ടയറാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ വേണ്ട സംഭവം. അടുത്ത MT അത്യാവശ്യം കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. 1, 2, 3, 4, 5, 6 MT ഇരിക്കുന്നുണ്ടല്ലോ. ഏത് കളർ വേണം? ബ്ലാക്ക് ഇരിക്കുന്നുണ്ട്, ബ്ലൂ ഇരിക്കുന്നുണ്ട്, വീണ്ടും ഗ്രേ ഇരിക്കുന്നുണ്ട്, വീണ്ടും ബ്ലാക്ക് ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോ മോഡൽസ് പരിചയപ്പെടാം. ഇത് 19 മോഡൽ. അതെ. എത്ര 3,000 കിലോമീറ്റർ ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ. 1,28,000. 1,28,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഒരു ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇക്കിടിലെ MT കിട്ടുന്നതാണ്. അടുത്ത ബ്ലൂ കളർ 2023 മോഡൽ. 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 1,70,000. 1,76,000 രൂപയാണ്. ഒരു 40 രൂപ 30 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് വീണ്ടും MT ഇരിക്കുന്നുണ്ടല്ലോ. അതെ. 22 മോഡലാണ്. 22 മോഡല്. 29,000 കിലോമീറ്റർ ഓടിക്കുന്നത്. കിലോമീറ്റർ 29,000 കിലോമീറ്റർ. റേറ്റ് പ്രൈസ് വന്നിട്ട് 1,50,000. 1,50,000 രൂപയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഏകദേശം ഒരു 40,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. വീണ്ടും MT 2024 മോഡൽ. 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ അല്ലേ? 1,84,000. 1,84,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 50,000 ഡൗൺ പേ ഇറക്കാൻ പറ്റുന്നത്. ഈ വണ്ടികളെല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 99% സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. അപ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ ഓണർഷിപ്പ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ട് നമ്മളത് പരിഹരിച്ച് തരുന്നതായിരിക്കും. അടുത്തത് വീണ്ടും 2023 മോഡല്. 15,000. വെറും 10,000 കിലോമീറ്റർ അല്ലേ? 1,77,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് വീണ്ടും MT. ഇത് MT ശാഖരയുള്ളൂടാ. അതെ. 22 മോഡലാണ്. 22 മോഡല്. 25,000 കിലോമീറ്റർ ആണ് ഓടിയത്. 1,62 ആണ് പ്രൈസ്. പറഞ്ഞ റേറ്റ് ഒക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതെ അതെ. ഓക്കെ. അടുത്ത് V3 20 മോഡലാണ്. 20 മോഡൽ V3 കേട്ടോ. വെറും 24,000 കിലോമീറ്റർ. 1,29,000. 1,29,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് ഏകദേശം 30 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ V3 കിട്ടുന്നതാണ്. അടുത്തത് ഹിമാലയ 22 മോഡലാണ് ഇത് വരുന്നത്. 2022 മോഡൽ ഹിമാലയ. 25,000 കിലോമീറ്റർ ആണ്. വെറും 25,000 കിലോമീറ്റർ അല്ലേ? അതെ. 2,20,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 60-70 ഒക്കെ ഏകദേശം 50-60 ഒക്കെ ഡൗൺ പേയ്മെന്റ് മതി കേട്ടോ.
അതെ. ബാക്കി നിങ്ങളുടെ സ്കോർ എല്ലാം ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കുറയുന്നതായിരിക്കും. അടുത്ത് 220 ഇരിക്കുന്നുണ്ട്. 2023 മോഡലാണ്. 24,000 കിലോമീറ്റർ ആണ്. 24,000 കിലോമീറ്റർ. 1,23,000 23 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 25-30 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ 220 ആണ്. അടുത്ത RS 200 ഇരിക്കുന്നുണ്ട്. 2023 മോഡലാണ് വരുന്നത്. 15,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 1,45,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 1,45 പറയുമ്പോൾ ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത പൾസർ 150 2023 മോഡലാണ് ഇത് വരുന്നത്. 13,000 കിലോമീറ്റർ ആണ് ഓടിയത്. 13,000 കിലോമീറ്റർ. റേറ്റ് വരുന്നത് 89,000 രൂപയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത അപ്പാച്ചി ഇരിക്കുന്നുണ്ടല്ലോ. 22 മോഡലാണ് ഇത് വരുന്നത്. 160 ആണ്. അതെ, കിലോമീറ്റർ 32,000 കിലോമീറ്റർ ആണ്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 79,000. വെറും 79,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയും ഏകദേശം ഒരു 10-20 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ പിന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഡൂക്ക് ഇരിക്കുന്നുണ്ട്, V4 പിന്നെയും കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. ഈ വണ്ടികളെല്ലാം ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടികളാണ് അല്ലേ? അതെ. ഓക്കെ. അടുത്തത് ഈ വണ്ടി 2021 മോഡൽ. ഇത് 34,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 1,25,000 പ്രൈസ് ആണ് വരുന്നത്. 1,25,000 പ്രൈസ്. 1,25,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഫിനാൻസ് ഇട്ടുന്നതാണ്. ഏകദേശം ഒരു 30 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് വീണ്ടും ഒരു ഡൂക്ക് വരുന്നുണ്ടല്ലോ. ഇത് 2017 മോഡലാണ്. 17 മോഡൽ. 36,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 36,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 1,03,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഓണർഷിപ്പ് പ്രൈസ് വരുന്നത് 1,03,000 രൂപയാണ് പ്രൈസ് വരുന്നത്. കിലോമീറ്റർ വരുന്നത് 36,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണ് ഇരിക്കുന്നത്. അടുത്ത് വീണ്ടും ഒരു 200 ഇരിക്കുന്നത്. 2017 മോഡലാണ്. 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. റേറ്റ് 18,000 കിലോമീറ്റർ. റേറ്റ് വരുന്നത് 1,33 അല്ലേ? 1,33 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 30-35 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് വീണ്ടും 2019 മോഡലാണ്. 19 മോഡല്. 25,000 കിലോമീറ്റർ ആണ് ഓടിയത്. വെറും 25,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 1,05,000 ആണ് പ്രൈസ്. 1,05,000 രൂപയാണ് ഡൂക്കിന്റെ വില വരുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 15-20 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് വീണ്ടും ഒരു ഡൂക്ക് ഇരിക്കുന്നത്. 2019 മോഡലാണ്. അതെ, 42,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 1,00,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 1,00,000 ആണ് പ്രൈസ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിന് ഏകദേശം ഒരു 15-20 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് പിന്നെ 2021 മോഡൽ വരുന്നുണ്ട്. ഇത് 12,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 1,38,000. 1,38,000 രൂപയാണ് ഡൂക്കിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ KL7 ഗാരേജ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലെല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നോക്കി കഴിഞ്ഞാൽ കിലോമീറ്റർ, ഓണർഷിപ്പ്, മോഡൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത് ഇവിടെ കുറച്ച് V4 ഇരിക്കുന്നുണ്ടല്ലോ. വീണ്ടും 1, 2, 3, 4, 5 ഇരിക്കുന്നുണ്ട്. ഓൾറെഡി 4 നമുക്ക് കാണിച്ചു തരും സെയിം കളർ. അപ്പോൾ ഈ ബ്ലൂവിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ 2022 മോഡൽ. അതെ. കിലോമീറ്റർ 15,000 കിലോമീറ്റർ. 15,000 കിലോമീറ്റർ ആണ് വരുന്നത്. റേറ്റ് എത്ര ആസ്കിംഗ് പ്രൈസ് വരുന്നത്? 1,49,000 രൂപ. 1,49,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 40,000-30,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്ത വീണ്ടും ഒരു V4 22 മോഡലാണ് അത് വീണ്ടും വരുന്നത്. 11,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 1,49,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 1,49 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. രണ്ടും പ്രൈസ് സെയിം ആണ്. സെയിം ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത കളർ 2023 മോഡൽ കേട്ടോ. 15,000 കിലോമീറ്റർ ആണ് അത് ഓടിയത്. 15,000 കിലോമീറ്റർ. 1,59,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. വണ്ടി കിടലം വണ്ടിയാണ്. അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. ഇതും ഏകദേശം ഒരു 40 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് V4M ആണ്. 2022 മോഡൽ. 29,000 കിലോമീറ്റർ ആണ്. 1,53,000. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. എടുത്ത് പറയുന്നില്ല. ഇതും ഏകദേശം ഒരു 30-40 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അത് വീണ്ടും വരുന്നുണ്ട് V4 അല്ലേ? അതെ, ഇത് 24 മോഡലാണ്. 3,000 കിലോമീറ്റർ. 3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് വണ്ടിയാണ്. അപ്പോൾ പുതിയ വണ്ടി എടുക്കുന്നതിന് വലിയ വണ്ടി എടുക്കുക. 3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റേറ്റ് 1,75,000. 1,75,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ വണ്ടിയും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ കിടലം വണ്ടിയാണ്. അടുത്തത് കുറച്ച് RC കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇത് RC 200. ഏതാ മോഡല്? 21 മോഡലാണ്. 2021 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. അതെ, 29,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. വെറും 29,000 കിലോമീറ്റർ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എത്ര? 85,000 രൂപ. 85,000 രൂപയാണ്. 1,85,000 രൂപയാണ് പ്രൈസ്. 1,85,000 രൂപ. 21 മോഡൽ അല്ലേ? 29
21 മോഡൽ 2021 മോഡൽ 29,000 കിലോമീറ്റർ 29,000 കിലോമീറ്റർ ആ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു 40-50 ഡൗൺ പേയ്മെന്റ് മതി. അപ്പോൾ അടുത്ത് വീണ്ടും ഒരു 200. ഏതാ മോഡൽ? 21 മോഡൽ 2021 മോഡൽ 21,000 കിലോമീറ്റർ 21,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. റേറ്റ് 1,85,000 1,85,000 റേറ്റ് വരുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് ബാക്കിൽ ഒരു ഡൊമിനോർ ഇരിക്കുന്നുണ്ടല്ലോ, ഡൊമിനോർ 400. ഇത് 22 മോഡലാണ് വരുന്നത്. 2022 മോഡൽ 11,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 11,000 കിലോമീറ്റർ അല്ലേ? അതെ അതെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. റേറ്റ് 1,87,000 രൂപയാണ്. 1,87,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് വീണ്ടും ഒരു 400 വരുന്നുണ്ട് ഡൊമിനോർ. ഇതേതാ മോഡല്? 2022 മോഡലാണ്. 13,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. റേറ്റ് 1,85,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് വീണ്ടും ഒരു RC വരുന്നുണ്ടല്ലോ, 2021 മോഡലാണ് ഇതും വരുന്നത്. 2021 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണത്. ആ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത് നമ്മൾ പറഞ്ഞല്ലായിരുന്നോ? അത് പറഞ്ഞു, ഇത് പറഞ്ഞില്ല. അത് പറഞ്ഞായിരുന്നു, അതും പറഞ്ഞു. ഇനി ഇതാ പറയേണ്ടത്. ഓക്കെ. 21 മോഡലാണ്. 26,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. റേറ്റ് 1,85,000 ആണ്. 1,85,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് വീണ്ടും ഒരു RC വരുന്നുണ്ട്. ഇതേതാ മോഡല്? 21 മോഡലാണ് ഇത് വരുന്നത്. 2021 മോഡൽ 24,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. പ്രൈസ് 1,85,000 രൂപ. 24,000 കിലോമീറ്റർ 1,85,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതും ഏകദേശം ഒരു 40-50 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത് ഡൂക്ക് 200 ആണെങ്കിൽ 2021 മോഡലാണിത്. ഇത് 25,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 1,45,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 45. ഇപ്പോൾ ഏകദേശം ഒരു 30,000 ഡൗൺ പേയ്മെന്റിൽ ആ ഡൂക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് ഇവിടെ ഒരു RC ഇരിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു പാർക്കാൻ സെയിൽ വണ്ടി വരുന്നല്ലേ? അതെ. അപ്പോൾ ചെറിയൊരു ആക്സിഡന്റ് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമർ തിരിച്ച് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് വണ്ടി. ജസ്റ്റ് പാർക്കാൻ സെയിലിന് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല. അടുത്ത ഈ ഡൂക്ക് ആണെങ്കിലോ? ഈ ഡ്യൂക്കിന് 2023 മോഡലാണ് ഇത് വരുന്നത്. 23 അതെ. 2,800 കിലോമീറ്റർ മാത്രമാണ് ഇത് ഓടിയേക്കുന്നത്. എത്രയായിരുന്നു? 2,800. ഒരു 2,800 കിലോമീറ്റർ ഓടിയ ഡ്യൂക്ക് 200 അല്ലേ? ഒരു വണ്ടിക്ക് പകരം നമുക്ക് ആ വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആസ്കിംഗ് റേറ്റ് എത്ര വരുന്ന? 1,93,000. 1,93,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 50,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ആ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്തത് GT ഇരിക്കുന്നുണ്ട്. 2019 മോഡലാണ് കേട്ടോ. 20,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. നമ്മുടെ റേറ്റ് എത്ര? 2,70,000 രൂപ. 2,70,000 രൂപയാണ് ഈ വണ്ടിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതും ഏകദേശം ഒരു 1 lakh ഒക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് വരുന്നതാണ്. അടുത്തൊരു കിടലിന് ഹിമാലയ ഇരിക്കുന്നുണ്ട്. പുതിയ വണ്ടിയാണ്, ഇത് ഓടാത്ത വണ്ടിയാണ്. 2023 ഡിസംബർ ആണ്. വെറും 8,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 8,000 കിലോമീറ്റർ ആണ്. 8,000 കിലോമീറ്റർ ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ അപാകതകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്രയും സെറ്റപ്പ് വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ വേറെ ഡീറ്റെയിൽസും കാര്യമൊന്നും പറയേണ്ടത്. അതിൻ്റെ ടയർ എല്ലാം ഓക്കെയാണ്. വേറെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത കിടലം വണ്ടിയാണ്. നമുക്ക് എൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,97,000 രൂപയാണ് വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഏകദേശം ഒരു 1 lakh ഒക്കെ കഴിഞ്ഞ് നമുക്ക് ബാക്കി ഫിനാൻസ് ഇടാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ജിക്സർ ഇരിക്കുന്നുണ്ട്. അതായത് 2024 മോഡൽ, വെറും 4,500 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ. റേറ്റ് പറഞ്ഞോ? 98,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. 98,000 രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത്. കിടിലൻ വണ്ടിയാണ്. ഏകദേശം ഒരു 15 ഡൗൺ പേയ്മെന്റ് നമുക്ക് ജിക്സ് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത NS 200 2024 മോഡൽ 12,000 കിലോമീറ്റർ ആണ് ഓടിയത്. വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,40,000 രൂപയാണ് 1,40,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നിസ്സാര കിലോമീറ്റർ ഓടി വണ്ടി ആയതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഡൂക്ക് 250 2018 മോഡലാണ്. 18 മോഡലാണ്. 26,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 1,55,000 രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത്. 1,53,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 40-30 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കിട്ടുന്നതാണ്. അടുത്ത RC 2015 മോഡലാണ്. 37,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 1,08,000 രൂപയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2015 മോഡലാണ്. ഫിനാൻസ് കിട്ടില്ല, റെഡി ക്യാഷിന് വണ്ടി എടുക്കേണ്ടി വരും. കിടിലൻ വണ്ടിയാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും വണ്ടിയാണ് ഇന്ന് പരിചയപ്പെടാനുള്ളത് അല്ലേ? ഏകദേശം ഒരു 40-50 വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ കാറ്റഗറി വണ്ടികളുള്ള ഷോറൂമാണിത്. അപ്പോൾ ഇത് പ്രീമിയം കാറ്റഗറി ഷോറൂം ആയതുകൊണ്ട് ഇവിടെ കൂടുതലും ബൈക്ക് മാത്രമാണ് ഉള്ളത്. പ്രീമിയം ബൈക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ജിക്സറൊക്കെ ഇരിക്കുന്നുണ്ട്.
പൾസർ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതലും R15 V3 ഡ്യൂക്ക് അങ്ങനത്തെ വണ്ടികളും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് എപ്പിസോഡ് വരുമ്പോൾ ഒരു രണ്ടാമത്തെ ഷോറൂം ഉണ്ട്. ആ ഷോറൂമിൽ അത്യാവശ്യം സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ സാധാരണമായ ബൈക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിസ്സാര ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റിയ വണ്ടികളെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ മേഘ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് എടപ്പള്ളിയിൽ, എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലെ ഉനച്ചിറയിലാണ്. എല്ലാവരും വിസിറ്റ് ചെയ്യുക. പ്രീമിയം ക്വാളിറ്റി ബൈക്കുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പേര് ഇൻസ്റ്റാഗ്രാമിന്റെ പേര് KL7 ഗാരേജ് എന്നാണ് പേജ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ കൊടുത്താലോ? ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോയിൽ കാണുന്നതിന് ബൈ കൊടുത്തേക്ക്. ഓക്കെ, ബൈ.